ഇറക്കുമതിക്ക് 50% തീരുവ പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക നികുതി ചുമത്താനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യൻ നടപടിക്കെതിരെയാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. നിലവിലെ 25% താരിഫ് വർദ്ധിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് അധിക തീരുവ. വ്യാഴാഴ്ച നിലവിൽ വരുന്ന 25% തീരുവയ്ക്ക് പുറമെയാണ് പുതിയ തീരുവ. ഇന്ന് പ്രഖ്യാപിച്ച തീരുവ 3 ആഴ്ചയ്ക്കകം പ്രാബല്യത്തിൽ വരും. ഇതോടെ ചെറിയ ഇളവുകൾ നൽകിയിട്ടുള്ളവയെ ഒഴികെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആകെ തീരുവ 50% ആകും. സ്റ്റീൽ, അലുമിനിയം തുടങ്ങിയ പ്രത്യേക മേഖലകൾക്കും ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള വിഭാഗങ്ങൾക്കുമാണ് ഇളവുകൾ. നേരിട്ടോ അല്ലാതെയോ വാങ്ങുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മോസ്കോയുടെ യുക്രൈനെതിരായ യുദ്ധത്തിന് ധനസഹായം നൽകുകയും ചെയ്ത മറ്റു രാജ്യങ്ങൾക്കെതിരെയും സമാന നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ട്രംപിന്റെ ഏറ്റവും പുതിയ നികുതി ഭീഷണി അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാനുള്ള മൊത്തം തീരുവ 50% ചൈനയുടേതിനേക്കാൾ 20% കൂടുതലും പാകിസ്ഥാനുടേതിനേക്കാൾ 21% കൂടുതലുമാണ് ഇതോടെ ഇന്ത്യക്ക് അമേരിക്ക ചുമത്തുന്ന നികുതി. ഇന്ന് നേരത്തെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് എഴുതി, ഇന്ത്യ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ ഫെഡറേഷൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്റെ വിധിന്യായത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ഒരു പരസ്യ മൂല്യവർദ്ധിത തീരുവ ചുമത്തേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ നിർണ്ണയിക്കുന്നു. ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള രോഷാകുലമായ അഭിപ്രായങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് 50% തീരുവ ചുമത്തിയത്. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല. അവർ ഞങ്ങളുമായി ധാരാളം ബിസിനസ് നടത്തുന്നു. അതിനാൽ ഞങ്ങൾ 25% നിശ്ചയിച്ചു. പക്ഷേ അവർ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അത് ഗണ്യമായി ഉയർത്തുമെന്ന് ഞാൻ കരുതുന്നുവെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യ നല്ലൊരു വ്യാപാര പങ്കാളിയല്ലെന്ന് ഇന്നലെ ട്രംപ് ആരോപിച്ചിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യക്ക് സഹായം ചെയ്യുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. ഇത് അംഗീകരിക്കാനാവില്ല. ഇന്ത്യയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറവാണ്. എന്നാൽ അമേരിക്കയിലേക്ക് ഇന്ത്യൻ ഇറക്കുമതി വലിയ തോതിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ 25% പകര തീരുവ ഏർപ്പെടുത്തിയത്. എന്നാൽ ഇത് തിരുത്തി വൻ തീരുവ പ്രഖ്യാപിക്കുമെന്നാണ് അമേരിക്കൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് US 25% അധിക തീരുവ ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ട്രംപ് നിരവധി പ്രസ്താവനകൾ ഇറക്കി. ഇന്ത്യൻ സാമ്പത്തിക രംഗം ചത്തുപോയി എന്നായിരുന്നു ഇതിലൊന്ന്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് മോസ്കോയിൽ എത്തിയിരുന്നു. ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം തന്നെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും റഷ്യ സന്ദർശനം നടത്തും. ഈ യാത്ര മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ളതാണെങ്കിലും US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങളെ തുടർന്ന് ഡോവലിന്റെ സന്ദർശനം വലിയ പ്രാധാന്യമുള്ളതായി തീർന്നിരിക്കുകയാണ്. CNBC-ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടർന്നാൽ ഇറക്കുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയത്. അതിനിടയിൽ ഇന്ത്യക്ക് അധിക തീരുവ നടപ്പാക്കാനുള്ള തീരുമാനം ഉണ്ടാകില്ലെന്നും വിശദമായ പ്രതികരണം പിന്നീടെന്നുമായിരുന്നു ട്രംപ് ഒടുവിൽ പറഞ്ഞിരുന്നത്. തീരുമാനം റഷ്യയുമായുള്ള ചർച്ചകൾക്ക് ശേഷമേ ഉണ്ടാവൂ എന്നായിരുന്നു വിശദീകരണം. വ്യാപാര കരാറിന്റെ കാര്യം അതാത് രാജ്യത്തിന്റെ തീരുമാനമാണെന്ന് റഷ്യ പ്രതികരിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ മലക്കം മാർച്ചിൽ. എന്നാൽ വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് ട്രംപ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.